പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ കേദർഗന്ധ ബേസ് ക്യാമ്പ് എത്തിയതിന് ശേഷം എനിക്ക് സബ്മിറ്റ് എത്താൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ ശ്രമിച്ചു വെച്ചാൽ കുറേ ശ്രമിച്ചു. ലാസ്റ്റ് വെച്ച് എനിക്ക് കയറണം എന്നൊക്കെ മൈൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കയറുന്നത് തന്നെ വർഷം തുടങ്ങുന്നതേ ഫെയിലിയറിലാണ്. സോ നിങ്ങളെല്ലാം അതന്നെ വർഷം തുടങ്ങുന്നതേ ഫെയിലിയറിലാണ്. സോ സബ്മിറ്റ് എനിക്ക് കയറാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ രാത്രി എനിക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടലൊക്കെ വന്നു. 2 സ്റ്റെപ്പ് നടന്നു വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കണം. എനിക്ക് വടിയും കുത്തിയത് എങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ഉറങ്ങും. 2 മണിക്കാണ് നമ്മൾ ഇറങ്ങി കേദർഗന്ധ സബ്മിറ്റിലേക്ക് പോണത്. സോ അതുകൊണ്ട് തന്നെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഈ സാധനം 2 സ്റ്റെപ്പ് ഇങ്ങനെ നടന്നു വെച്ചാൽ ഒരു വടി ഉണ്ട് നമ്മുടെ കയ്യിൽ, സ്റ്റിക്ക് ഉണ്ടാവും. ആ സ്റ്റിക്ക് എന്ത് ചെയ്ത് ആ സ്റ്റിക്ക് വെച്ച് അങ്ങനെ കടന്ന് ഇങ്ങനെ ഉറങ്ങും 2 മിനിറ്റ്. എന്നിട്ട് അങ്ങനെ എല്ലാവരും സബ്മിറ്റ് എത്തി. ഞാൻ മാത്രം രാത്രി ഇരുട്ടത്ത് ആരുമില്ല എൻ്റെ കൂടെ. നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ആർ യു ഓക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ ആർ യു ഓക്കെ എന്ന് ചോദിച്ചതിൽ ഞാൻ പേടിച്ചു. ആക്ച്വലി നമ്മുടെ കൂടെ ആരും ഉള്ള പോലെ ഒരു ധൈര്യം നമുക്ക് കിട്ടി. ഓക്കെ, സോ അപ്പോൾ അതാണ് കഥ. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. ചേച്ചി പിന്നെ ഒരു ഏഞ്ചലിനെ പോലെയാണ് വന്നത്. ഏഞ്ചലിനെ പോലെ, നല്ലൊരു ഏഞ്ചൽ പറയാം, വേറെന്താ പറയുമ്പോൾ അതന്നെ ഏഞ്ചലിനെ പോലെ വന്നു. ലാസ്റ്റ് കുറേ മോട്ടിവേഷൻ തന്ന് കയറി, നിനക്ക് പറ്റും എന്നൊക്കെ കുറേ ടോട്ടലി എല്ലാവരും പറഞ്ഞ്. അത് ശരിക്കും കയറേണ്ടതാണ്, ഞങ്ങൾ കയറേണ്ടതാണ്. ഫൈനലി എന്താ പറയുക, ഞങ്ങൾക്ക് വഴി തെറ്റിയിട്ട് വേറെ ഏതോ മല്ല് അതിൽ കൂടെ പോയി. ഇരുട്ടത്തായിരുന്നു. സോ നമ്മൾ വഴി തെറ്റി. ലാസ്റ്റ് ഫൈനലി വഴി തെറ്റിയിട്ട് ചെറുതായിട്ടൊരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കയറാൻ പറ്റിയില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കാര്യമില്ല അത്. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത മേരി ചേച്ചിക്ക് താങ്ക് യു. ചേച്ചിക്കും വഴി തെറ്റി എനിക്ക് ചേച്ചിക്ക് പോവായിരുന്നു. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പറ്റുമോ ചേട്ടാ. ഗൈഡൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ട്, നല്ല ഫാസ്റ്റിൽ ഗൈഡ് പോകുന്നുണ്ട്. വയ്യാത്ത ആൾക്കാരനെ ഇറക്കിയിട്ട് പിന്നെ ഗൈഡ് കയറിപ്പോണ്ട് മേലേക്ക്. അപ്പോൾ ഗൈഡ് വന്നപ്പോൾ ഗൈഡ് പറഞ്ഞു ഇനി എത്ര നടക്കാൻ, 3, 4, 5 6 കിലോമീറ്റർ എന്തോ നടക്കാണ്ട് ട്രക്ക് ചെയ്യാണ്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രക്കിങ് വന്നിട്ട് എന്നെ കൊണ്ട് ചോദിച്ചു, മേരി ചേച്ചി ചോദിച്ചു എനിക്ക് കയറാൻ പറ്റുമോ, എനിക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറ്റും ചേച്ചി, നമുക്ക് പോവാം, സെറ്റാണെന്നൊക്കെ പറഞ്ഞു. ഫൈനലി ഞങ്ങൾ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് വഴി തെറ്റിയത്. ഫൈനലി വഴി തെറ്റി ആകെ അലങ്കോലായി. ചേച്ചി എന്നെ കൊണ്ട് പറഞ്ഞു നിന്റെ മുഖം കണ്ട എനിക്കറിയും കയറാൻ പറ്റുന്ന സങ്കടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഇനി ഞാനാണോ അതിൻ്റെ കാരണം എന്നൊക്കെ ചേച്ചി ചോദിച്ചു. ചേച്ചി ജമ്മാൻ എന്താ പറയപ്പോ, ഒരു ഏഞ്ചലിനെ പോലെ വന്നിട്ട്. ഞാനാണെങ്കിലോ നമ്പറും വാങ്ങിയില്ല, ഇൻസ്റ്റഗ്രാമും വാങ്ങിയില്ല, ഒന്നും വാങ്ങിയില്ല. പക്ഷേ ചേച്ചി ഒരു ജമ്മായിരുന്നു. ബ്യൂട്ടിഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി എവറസ്റ്റ് ബേസ് ക്യാമ്പ് EBC കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ചേച്ചി നമുക്ക് കുറേ ഗൈഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേദർഗന്ധ പറയുന്നത് ഏറ്റവും ചെറിയ സ്റ്റാർട്ടിങ് ട്രക്കിംഗ് ആണ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് കയറാൻ പറ്റിയില്ല. ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പിന്നെ ഇയർ തുടങ്ങുന്നത് ഫെയിലിയർ എന്നാണ്. സോ നിങ്ങൾ ഈ വീഡിയോ കുറച്ചുണ്ടാവും. ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ലാസ്റ്റ് 11ാമത്തെ എപ്പിസോഡ് ഞാൻ വരെ എത്തിച്ച്, അല്ലെങ്കിൽ എനിക്ക് അതിൽ തന്നെ ക്ലിയർ ചെയ്യായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമുണ്ടായിരുന്നു. സോ ഇത് ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾ എന്തായാലും പോയി കാണുക. പിന്നെ അടുത്തൊരു വീഡിയോ കാര്യങ്ങളൊക്കെ വരും. സോ വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും പറഞ്ഞ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാരണം വെച്ചാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് പോവും.
ചില ആൾക്കാരുണ്ട്, ചില ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് മാനും. ഓക്കെ, അപ്പോൾ അതേപോലെ ആയിരുന്നു എൻ്റെ ഏഞ്ചൽ. ഷീസ് ഏഞ്ചൽ. സോ എനിക്ക് ഹെൽപ്പ് ഒരു ഡെഡ് എൻഡിൽ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു, എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. സോ ഷീ ഹെൽപ്പ് മീ എ ലോട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് കുടിക്കാൻ വെള്ളവും പ്രോട്ടീൻ ബാർസ് അങ്ങനെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നിന്ന് സബ്മിറ്റ് കയറുമ്പോഴേക്ക് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മൊത്തം കഴിഞ്ഞു. എല്ലാവർക്കും ഷെയർ ചെയ്ത് എൻ്റെ സാധനങ്ങൾ മൊത്തം കഴിഞ്ഞു. സോ അപ്പോൾ എനിക്ക് കയറാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല സബ്മിറ്റ്. സോ താങ്ക് യു ചേച്ചി, താങ്ക്സ് ഫോർ ഹെൽപ്പ് മീ. സോ ചേച്ചി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സർവേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഞാൻ അതും കൂടിയും കയറിയില്ലായിരുന്നു. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ അതാ പറയണേ, നിങ്ങളും ഹെൽപ്പ് ചെയ്യുക, നിങ്ങൾക്കും കിട്ടും, തിരിച്ചു കിട്ടും. ഓക്കെ, ഹെൽപ്പ് ചെയ്താൽ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്താൽ അങ്ങോട്ട് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. അതുതന്നെ, വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ വീഡിയോ കാണണ്ടാവും, എല്ലാവരും തണുത്തിട്ട് രാവിലെ മോർണിംഗ് തന്നെ നമുക്ക് മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അടിപൊളി മോർണിംഗ് ആയിരുന്നു അത്. സോ അതുതന്നെ അടിപൊളി മോർണിംഗ് ആയിരുന്നു. ഇത് ഐ തിങ്ക് 3-ാം തീയതി തോന്നുന്നു, ജാനുവരി 3-ാം തീയതിയോ ആണ് തോന്നുന്നു, 2-ാം തീയതിയാണ് തോന്നുന്നു. ഇറ്റ്സ് അമേസിങ്. സോ രാവിലെ എണീക്കുമ്പോൾ തന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ അടിയിലേക്ക് സാങ്ക്രിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഫൈനലി ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലോസ് ആവുന്നത്. സോ ഞങ്ങളിത് സാങ്ക്രിയിലേക്ക് പോകുന്നു. അവിടെ നിന്നുള്ള പ്രോപ്പർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ജീപ്പിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന കാഴ്ചകളും നിങ്ങൾക്ക് കാണാം. ഇതിൽ കുറേ ലിറ്റിൽ ബിറ്റ് ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ യു കാണും. ഓക്കെ, ബൈ. അവിടെ നിന്ന് ആരൊക്കെ വരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാര്യം പറയാം, ഈ വീട്ടിലൊക്കെ എത്തി വാട്സപ്പ് മെസ്സേജ് ആരും നോക്കരുതിട്ടാ. എല്ലാരോടും എന്താ ടെൻഷനാണ്. ഇവർക്ക് നമ്മുടെ ടീമാണോ? ചലോ ഹിന്ദി ചിലത് പഠിക്കുന്നത് നല്ലതല്ലേ. ഞാൻ നടന്നോ ഒരു വേസ്റ്റ് പാത്രം എടുത്ത് വേസ്റ്റ് ഒക്കെ പറക്കി പോടോ. തന്നെക്കെതിരെ കൊള്ളൂ, മൊത്തം വേസ്റ്റ് ആക്കിട്ട് പോവാ. നല്ലൊരു ഐഡിയ ആണ് പറഞ്ഞത്. ചെയ്താലോ? ചെയ്യാം. കവറില്ല, ഒരു കവറിന്റെ അടുത്ത് വേസ്റ്റ് ആ ജാക്കറ്റ് ഊരിക്കോ. കൊള്ളാരാ പൊതി പിടിച്ചിട്ട് പോവോ. നടക്കുന്ന എവിടെ മനുഷ്യനോടെ അതാ ഓറഞ്ച് പാക്കറ്റ് ഓറഞ്ച് പണിട്ട് മനുഷ്യൻ അടിയിൽ കണ്ടു വെച്ചാൽ പറയാം. ഗുഡ് ജോബ് ബ്രോ, യു ആർ ഡൂയിങ്. നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഒന്നാമത് ആരുടെയൊക്കെ ട്രെയിനൊക്കെ മിസ്സാവും. അതുകൊണ്ട് ഓക്കെ ഫൈൻ. ഡെറാഡൂണിക്ക് 11 മണിക്കൂർ, 6 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കളിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇരട്ടിയാണ് ചങ്ങായി പറഞ്ഞത്. ഇല്ല
ചിലപ്പോൾ വയലിൽ ഇത് ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് പോവാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. വോയിസിനെ കാട്ടി എൻ്റെ ബ്രീത്തിങ്ങിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം പെട്ടെന്ന്. അത്രയും ബ്രീത്ത് ചെയ്യണ്ടേ. ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്. മീൻ Can we drink some cold water? റിയാലിറ്റി എന്താണെന്നാണ് കാണിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ കൂടെ. റിയാലിറ്റി പക്ഷെ ഇതിന് അധികം മഞ്ഞുണ്ടായിരുന്നു. കുറച്ച് ടൈമില്ല വന്നത്, അത്രേ ഉള്ളൂ. ആ നിക്കണമെന്നുണ്ട്. ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യാം. സ്നോയിൽ സബ്മിറ്റ് ചെയ്യാം. നോർമലി കയറാനേ പറ്റുന്നില്ല. പിടിച്ചേ തന്നെ. അയ്യോ വല്ലാത്ത കഴുപ്പ് തന്നെ. കുടിക്കാൻ പോയതായിരുന്നു. എന്തൊക്കെ കഷ്ടമുള്ള ഒരു വീഡിയോ ഭാരതി. Take my stick. ഗൈഡിനൊന്നും കാണാനില്ല, അടിയിലെത്തി വന്നു. ഗൈഡിനൊന്നും കാണാനില്ല, അടിയിലെത്തി വന്നു. ഫൈനലി നമ്മൾ അടിയിലേക്ക് റീച്ച് ആവുന്നു. ഒന്ന് പറയുകയാണെങ്കിൽ വി ക്യാൻ സീ ഗുഡ് വ്യൂ, അമേസിങ് സീനറി. സോ അടിപൊളിയായിരുന്നു ആ സീനറിയും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ കാണും. വഴി കുറച്ച് ഡിഫിക്കൽട്ടാണെങ്കിലും വി ടേക്ക് ഇറ്റ് ഈസി ടു വാക്ക്. ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ നൈസിൽ സംസാരിച്ച് കുറേ ടോക്സും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവരാണ് ഈ രണ്ട് ഗായ്സാണ് നമുക്ക് അടിപൊളിയായിട്ട് ഗുഡ് ടോക്കൊക്കെ ചെയ്ത് നൈസ് ടോക്കൊക്കെ ചെയ്ത് മെല്ലെ മെല്ലെ മൂവായി പെട്ടെന്ന് എത്തിയത് അറിഞ്ഞില്ല. സോ അടിയിലേക്ക് എത്തിയത് അറിഞ്ഞില്ല. പിന്നെ അതിനുശേഷം ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു വെള്ളം പോകുന്നത് കണ്ടു. ഓക്കെ, അപ്പോൾ ആ വെള്ളം പോകുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടി വന്നിട്ട് വെള്ളം ശരിയാക്കാനുള്ള മൈൻഡ് സെറ്റ് കാണിച്ചില്ല. എനിക്ക് ഐ എം ഇംപ്രസ്ഡ്. ഓക്കെ, സോ ആ കുട്ടി പെട്ടെന്ന് ആ വെള്ളം കണ്ടു പറഞ്ഞേ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്യാനുള്ളൊരു ഇത് കാണിച്ചില്ലേ. ഓക്കെ, ഞാനും കണ്ടു. പിന്നെ എനിക്ക് മടിയായതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. സോ ആ കുട്ടി ചെയ്തതിന് ഐ അപ്രിഷ്യേറ്റ് യു ഗൈസ്, അപ്രിഷ്യേറ്റ് യു. ഓക്കെ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതേപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ഈ സീനറീസും കാര്യങ്ങളൊക്കെ അടിപൊളി പറഞ്ഞാൽ അവിടെ നിന്ന് കാണാൻ അടിപൊളി. ചുറ്റും മല പറഞ്ഞാൽ ചുറ്റും മലയായിരുന്നു. പിന്നെ നമുക്ക് ഇനി അടിയിൽ നിന്ന് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, സന്തോഷ
സുജകമായി തന്നതിനെ സ്വീകരിച്ച് നമ്മളിതാ പോകുന്നു, നമ്മൾ പോകുന്നു, നമ്മൾ പോകുന്നു. അത് ഇതാടാ പോർട്രേറ്റ് ആടാ, അതെന്താടാ ശമ്പളം വേണ്ടേ? അപ്പൊ തിന്നാണൂല, പോർട്രേറ്റ് മാറ്റി. അങ്ങനെ നമ്മൾ സാങ്ക്രി വില്ലേജിൽ വൈബടിക്കാൻ പോവുകയാണ്. സോ ദിസ് ഈസ് ദ സാങ്ക്രി വില്ലേജ്. സോ ദിസ് പ്ലേസ് വാസ് അമേസിങ്. സോ ഇവിടുത്തെ ആൾക്കാർ കുറച്ച് അടിയിലേക്കാണ്. സോ എന്താ വെച്ചാൽ കുറച്ച് എന്താ പറയുക, റേഞ്ചും കാര്യങ്ങളും ഇടയ്ക്ക് കിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രദേശമാണ്. 2-3 സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. മെയിൻലി ടൂറിസ്റ്റ്, ഓക്കെ, മെയിൻലി ട്രക്കിങ്ങിനാണ് ഇവരെല്ലാവരും വിടുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് അടിക്ക് പോകാൻ ഭയങ്കര പാടാണ്. ഒരു 15 ഐ തിങ്ക് നല്ല കിലോമീറ്റർ പോകണം അടിക്ക് മാൻ. അതുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം കയറിയാൽ മതി. ഓക്കെ, അവിടുന്ന് ഡെറാഡൂണിൽ നിന്ന് സാങ്ക്രിയിലേക്കുള്ള എൻ്റെ മോനെ വഴി, എൻ്റെ പൊന്നോ, അതാണ് സീന്, അടിയിലേക്ക് ഇറങ്ങാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് സാങ്ക്രി വില്ലേജ് തന്നെയാണ്. ഓക്കെ, സാങ്ക്രിയിലേക്ക് പോവുകയാണ്. സാങ്ക്രി വില്ലേജ് തന്നെയാണ്. സോ വില്ലേജിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മെല്ലെ ഇങ്ങനെ പോവുകയാണ്. അവിടെ നമുക്ക് കുറച്ച് ഫോറസ്റ്റ് വുമൻസിനെ കാണാം. സോ ഫോറസ്റ്റ് വുമൻസ് അങ്ങനെയല്ലേ പറയും, ഫോറസ്റ്റ് വുമൻസ് അറിയില്ല. പോലീസ്, നമുക്ക് പോലീസ് വുമൻസിനെ കാണാം. സോ ഫൈനലി നമ്മളവർ കണ്ടിട്ട് ടാറ്റയൊക്കെ കുറേ പറഞ്ഞു, ദീദി എന്നൊക്കെ പറഞ്ഞപ്പോൾ ടാറ്റ കാണിച്ചു. ആക്ച്വലി ഇങ്ങനെ ചിരിപ്പിക്കുന്നത് നമ്മൾ ടാറ്റ കാണിച്ചില്ല, ലാസ്റ്റ് ടാറ്റ കാണിച്ച് ഫൈനലി എന്നിട്ട് നല്ല ഊക്കിലോക്കി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എത്ര ഊക്കായിട്ടിരിക്കണം, ഇതൊക്കെ ഒരു ഊക്കാണോ എന്ന് ലീവ് ചെയ്തിട്ട് ബാക്കി മുന്നോട്ടിലേക്ക് നമ്മൾ പോയി. സോ യു ക്യാൻ സീ ദാറ്റ് വ്യൂ ആൻഡ് സീനറി അത് അടിപൊളിയായിരുന്നു. ഒരു കാരണം വെച്ചാൽ പറയുന്നത് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു തിടുക്കത്തിലാണ്. ഇതൊക്കെ ടാക്സി ഉണ്ട്, അവിടുത്തെ ചെറിയ ടാക്സിയാണ്. ഈ ടുക് ടുക് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും കയറ്റി വിട്ടത്. ഇതേപോലെയാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. ഓക്കെ, സോ എല്ലാവരും അവിടുത്തെ എല്ലാവരും കാണാൻ നല്ല രസമാണ്. ക്യാപ്പൊക്കെ ഇട്ട്, ചെറിയ തൊപ്പിയൊക്കെ ഇട്ട്, പള്ളിത്തൊപ്പിയില്ലേ, അത് പള്ളി തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു 50-50 ഒരു 50 years ആളാണെങ്കിലും എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇരിക്കും. നമ്മളപ്പോൾ വില്ലേജിൽ നിന്ന് എല്ലാവരും കണ്ടിട്ട് ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞ് അവനെയൊക്കെ വിട പറഞ്ഞ് പോകാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ കാട്ടിക്കൂട്ടിലാണ് നിങ്ങളിത് കാണുന്നത്. അടിപൊളിയായിരുന്നു ഈ വില്ലേജ് യാത്ര. നമ്മൾ അപ്ലൈന് വന്നപ്പോൾ വരുമ്പോൾ നമുക്ക് ഇതൊന്നും കാഴ്ചകൾ നേരെ കാണാൻ പറ്റിയില്ല. ഓക്കെ, വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. സോ എനിക്ക് ഈ വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല, ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ കയറി ഫസ്റ്റ് സീറ്റ് പിടിച്ച് ഫ്രണ്ടിൽ കയറി ഇരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പകർത്തിയത്. സോ ഇതെനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ചെയ്തത്. യു ക്യാൻ സീ ദാറ്റ് സൈഡ്. അടിപൊളിയായിരുന്നു അറിയോ. അവനക്ക് നല്ല ഫ്രെയിമും നല്ല കാര്യങ്ങളൊക്കെ കിട്ടി, നല്ല അവനും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. സോ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്ന ഞാൻ ഇടയിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഹോട്ടൽസ്, ഇങ്ങനെ എന്താ പറയുക. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനാ വെച്ചാൽ അവൻ പോകണില്ല, അവൻ പോയിട്ട് പെട്രോൾ എടുക്കാനോ എന്തോ ഒരു കാരണത്തിന് വേണ്ടിയിട്ടായിരുന്നു അവൻ പോയത്. സോ എന്താണെന്ന് വെച്ചാൽ പെട്രോൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ഓക്കെ, ഫൈനലി നമ്മൾ അതിന് ശേഷം അവിടെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് വേറൊരു ഹോട്ടലുണ്ട്, അവിടെ ഹോട്ടലിൽ പോയി ചേഞ്ച് ചെയ്ത് ഫൈനലി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് എത്തി. ഡയറക്റ്റ് ഡൽഹിയിലേക്കായിരുന്നു നമ്മളെ ആക്കിച്ച്. ഡൽഹിയിൽ രാത്രിയാണ് നമ്മൾ എത്തിയത്. ഫൈനലി രാത്രിയാണ് ഡെറാഡൂണിലെത്തി. അവിടെ നിന്ന് KSRTC ബസ് കയറി ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നമ്മൾ പോയിട്ട് ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ സ്വരാജ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, സ്വരാജ് മാർക്കറ്റിൽ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചീപ്പ് പ്രൈസിൽ കിട്ടുമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോയി. സോ
അങ്ങോട്ട് പോയി. അപ്പോഴൊക്കെ എൻ്റെ തൊണ്ടയൊക്കെ പറഞ്ഞാൽ സീനായിരുന്നു, തൊണ്ടയൊക്കെ ഫുള്ളായി പോയി. പിന്നെ ഗുളികയും വെള്ളമൊക്കെ കുടിച്ച് ഓക്കെ ആക്കി. ഫൈനലി സ്വരാജ് മാർക്കറ്റിലേക്കുള്ള കാൽ വെക്കുകയാണ് നമ്മൾ. സോ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. റാഫിയുണ്ട്, പിന്നെ ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞ കുറച്ച് ചെക്കന്മാരുണ്ട്, 2 പിള്ളേരുണ്ട്. സോ എല്ലാവരും ഉണ്ട് കൂടെ. പിന്നെ കുറച്ച് 2-3 പേരും കൂടി ഹക്കും പിന്നെ കുറച്ച് പിള്ളേരൊക്കെ അവിടെ നിന്ന് വരാനുണ്ട്. സോ അവരൊക്കെ റൂമിലാണ്, ഡൽഹിയിലത്തെ റൂമിലാണ്. സോ അവിടെ നിന്ന് നമ്മൾ മെട്രോയിൽ കയറിയിട്ടാണ് സ്വരാജ് മാർക്കറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, നിങ്ങൾ കാണുന്നതൊക്കെ സ്വരാജ് മാർക്കറ്റിലേക്ക് പോകുന്ന മെട്രോ ആണ്. ഓക്കെ, സോ നമ്മൾ മെട്രോയിൽ ഫൈനലി നമ്മൾ കയറി സ്വരാജ് മാർക്കറ്റിലേക്ക് റീച്ചായ ശേഷം നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. സോ ഫൈനലി നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇടയിൽ ഞാൻ പോകുന്ന സമയത്ത് ഇതൊക്കെ കയറി കവറൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ടേസ്റ്റൊന്നും അറിഞ്ഞില്ല എന്താണാവോ, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ. വെയിറ്റ് ആൻഡ് സീ മാൻ. ബൈ.